ജെൻസി കോഴി ടൈപ്പൊക്കെ എങ്ങനെയാണ് സാധാരണ കോഴി ക്ലാസ്സിൽ കൊണ്ടുവന്നോ? എല്ലാ ടൈപ്പ് ഇപ്പോഴത്തെ ജെൻസ് വൈബിലുള്ള ഒരു കോഴിത്തരാണ് ഇതിൽ കാണിക്കുന്നത്. അതിലൊക്കെ എങ്ങനെയാണ് ആരുടെ ഇൻസ്പിറേഷൻ? തീർച്ചയായിട്ടും പിന്നെ നമ്മളുടെ ഡയലോഗ് റൈറ്റർ, പിന്നെ ഈ കൂട്ടത്തിൽ ആരാ അതിന് ബോക്സിംഗ് പടങ്ങൾക്ക് ഒരു ആർക്കുണ്ടല്ലോ, ഒരു ഇൻസ്പിറേഷൻ ആർക്കുണ്ടല്ലോ. അവസാനം സാപ്പട്ട പരമ്പരയും ക്രീഡായാലും എല്ലാത്തിനും നമുക്കൊരു ആവേശം കിട്ടുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് അങ്ങനത്തെ ആർക്കെ അല്ലാതെ മാറ്റി പിടിക്കാം. അതായത് ഒരു ടീനേജ് പിള്ളേര് സ്പോർട്സ് ചൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ ഒരു ഐഡിയ എടുത്താണ്. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊരു ബോക്സിംഗ് സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതല്ല. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ, അത് എന്റെയും എന്റെ സുഹൃത്തുക്കളുടെയും ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ. ആ ഐഡിയ ഇൻസ്പയർ ആയപ്പോഴാണ് പിന്നെ അത് ബോക്സിംഗ് സിനിമയാക്കാം. അത് ബോക്സിംഗ് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ബോക്സിംഗ് സിനിമയായിട്ട് തന്നെ പ്ലാൻ ചെയ്തത്. ഒരിക്കലും നമ്മളതൊരു ഈ നേരത്തെ സംസാരിച്ചിട്ടുള്ള പറഞ്ഞ പോലെ ഒരു ആയിട്ടുള്ള സിനിമകളുടെ ഒരു ഫോർമാറ്റിലും അത് എഴുതാനോ അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനോ ആലോചിച്ചിട്ടില്ല. എന്തായിരുന്നു അന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, അതിന്റെ മാക്സിമം ഹോണസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അത്തരം സിറ്റുവേഷൻസ് നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടാവുന്നത്. നോർമലി ഇങ്ങനെ ഒരു ചിത്രങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ഖാലിദ് റഹ്മാൻ പടം എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡാണ്. ആളുകൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ തല്ലുമാലയൊക്കെ ഇറങ്ങി കൊണ്ടാക്കിയ ഒരു ഹൈപ്പ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും ആളുകൾ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു പ്രഷർ എപ്പോഴും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട്? പ്രഷറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മള് ആ സമയത്തെല്ലാം നമ്മള് സിനിമയുടെ പ്രോസസ്സിലായിരുന്നല്ലോ. അപ്പൊ ആ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫുൾ കോൺഫിഡന്റ് ആയിരുന്നു, നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷറുകളൊന്നും അങ്ങനെ എഫക്ട് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ആലപ്പുഴ ജിംഖാനക്കൊരു എൻട്രി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ കാൻഡിഡേറ്റും വരുമ്പോൾ, അത് ആദ്യം തന്നെ അതിന്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ സോങ് സെറ്റ് ചെയ്യാൻ ആ ലെവലിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും മനസ്സിലാക്കികള് ബോക്സിലേക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര സ്പേസ് ഉണ്ടല്ലോ. റിക്കിന്റെ ഉള്ളിൽ നടക്കുന്ന ആണെങ്കിൽ ഷോർട്സ് ഒക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അത് ഒരു പ്രീ റിഹേഴ്സലൊക്കെ ചെയ്ത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ഷോർട്സും ചെയ്യുന്നത്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി ആക്ഷൻ കൊറിയോഗ്രാഫർ ജോഫി, അതേപോലെ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാരും ട്രെയിൻ ചെയ്തിട്ടും ജോഫി തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ പറയുമ്പോൾ ഇവിടെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും നമ്മളോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ബോക്സിംഗിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷൻ. കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ബോക്സിംഗ് സഹജമായിട്ടുള്ള എല്ലാ നമ്മളെ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമുക്ക് എല്ലാം കളക്റ്റീവ് ആയിട്ട് ചെയ്തത് എല്ലാം ജോഫിലാണ്. ജോഫിലെയും സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സ് ആണ് അവരെല്ലാവരും. അതില് യദു, സനു, വൈഷ്ണവ്, അക്ബർ, അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. അത് കൂടാതെ അതിന്റെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്യുന്ന ക്രിസ്ത്യാനോ കൂടി അവരിപ്പോ മെരിക്കോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാം. സോ ഇവർ ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ബോക്സിംഗ് അറിയാവുന്ന ആളുകളിലേക്ക് പോകണം. ഈ സിനിമയിലെ കഥാപാത്രം അപ്പം ഈ സിനിമയിലെ കഥാപാത്രം
താങ്കളുടെ കഥാപാത്രം ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അതിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതാണോ ഈ കഥാപാത്രം ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ? അത് എനിക്ക് അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടർ ഇല്ല അതില്. ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചും കൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം ആൾക്കാരുടെ ഒരു അനുഗ്രഹം തോന്നുന്നത്. മഞ്ഞുപോൽ ചോയ്സില് ചേട്ടനായിട്ട് തകർത്താടിയതാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ ഇതിലേക്ക് ഒരു അവസരം നോക്കിയില്ലേ? സ്വന്തം പടമാണ്. പക്ഷെ ഇതിലേക്ക് ഇല്ല, ഞാൻ അതിനെ ട്രൈ ചെയ്തില്ല. കാരണം ഒരുപാട് ജോലികൾ വേറെ സൈഡിലുണ്ടായിരുന്നുള്ളൂ. അതറിയാം, ചെയ്യാനറിയാവുന്നവർ പടത്തിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ട് ചെയ്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളെ കൂടുതൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. പറഞ്ഞിരുന്ന കാര്യമുണ്ട്, അതായത് കഥ മുഴുവനായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അതായത് അന്നൊക്കെ അറിയാം, അന്ന് ആ പ്രോസസ്സിന്റെ കാര്യം എന്താ? അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും അറിയാൻ പറ്റില്ല ഇത് എന്താണ്. അപ്പൊ ആലോചനകൾ നടക്കേണ്ടതല്ലോ. അപ്പൊ അറിയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മള് ചടങ്ങി അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസിന് ബാധിക്കും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിന്റെ ഇല്ല, നമ്മൾ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അല്ല, അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ചെയ്യാൻ കാരണം. അതാണ് ഇതില് ചെയ്തതിന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് വേറെയാണ് പുറത്തത്. അതിനാണ് എന്നെ എക്സൈറ്റ് ചെയ്തത്. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണം എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനില് കണ്ട എല്ലാവരും എനിക്ക് കിട്ടുന്ന എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അതൊക്കെ പോയി. അല്ല, അത് എന്താന്ന് വെച്ചാ 6 മാസത്തോളം ഷിപ്പാസ് എന്ന് പറഞ്ഞ ട്രെയിനറാണ്. അപ്പൊ അതിന്റെ അവർക്ക് അങ്ങനെ അത്രയും പ്രഷർ എന്നോണ്ട് വേറെ വഴിയില്ല. അങ്ങനെയാണ്. ലുക്മാൻ ഇപ്പൊ തല്ലുമാല ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ടൊവിനെ അടിക്കുന്ന ആ ഒരു സീൻ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാലത്തൊക്കെ ഇപ്പൊ വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഒന്നും നോക്കണ്ട, നീ ശരിക്കും ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു. ഒന്ന് അപ്പൊ ഇതേപോലെ ഇന്റർവ്യൂല് പറഞ്ഞ് ഒന്നും നോക്കണ്ട, ശരിക്കും ഒരെണ്ണം കൊടുത്തോന്ന് ഒന്ന് ചെവിയിൽ വന്ന് പറഞ്ഞു. അപ്പൊ ഇതില് അതേപോലെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ശരിക്കും കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു ആർക്കെങ്കിലും? ഇതിലങ്ങനെ ശരി അല്ല, അങ്ങനെ എന്താ വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നത് അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് ആണ് തോന്നണം, അങ്ങനെ ഷോർട്ടായിരിക്കും. അപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതറിയാം. അല്ലാതെ നമ്മള് ഇപ്പൊ ഒരു 5 സീക്വൻസിൽ എല്ലാം കൊടുത്തുകൊണ്ട് സിനിമയാണല്ലോ, എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് ജീവിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ട് ചിലപ്പോൾ സംഭവിക്കുന്നു. ഇതിലും അങ്ങനെ ഒരു ഷോട്ടില്
ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഗണപതി ഈ പടത്തിൽ തന്നെ മാസ് മൊമെന്റ്സ് ഒന്ന് രണ്ടെണ്ണം ഗണപതി ചുറ്റിപ്പറ്റിയാണ് ബോക്സിങ്ങിനാണ്. ഇത്രയും കാലമായിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇവരെക്കാളൊക്കെ സീനിയറാണ്. ഇത്രയും കാലം ലോങ് ചെയ്യേണ്ട വന്ന ഒരു തിയേറ്റർ മൊമെന്റ് ആളുകൾ കൈയടിച്ചിട്ട് ഒരു മാസ് മൊമെന്റ് കിട്ടാൻ അങ്ങനെ ഫീൽ ചെയ്തു പടം കണ്ടപ്പോൾ? ഉറപ്പായിട്ടും നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രകാലം ഞാൻ ചെയ്തത് ഒരു ഹ്യൂമർ ഇതാണ്, ഞാൻ കുറച്ച് സറ്റലൈറ്റ് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ട്. അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റും വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവാം. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു നമ്മുടെ തല്ലുമാലയില് അങ്ങനെ കുറെ ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ലൈഫിൽ തന്നെ വേറെ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ആക്ഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ആളെ കൊണ്ട് മാസ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഗണപതിക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രാങ്കോന് കൊടുത്തിട്ടുണ്ട് പടത്തിനകത്ത്, ജിം കറിക്കകത്ത്. അങ്ങനെ ഒരു സ്റ്റാർ ആളുകളെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ് ഒരു ആക്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ആ എങ്ങനെ ഐഡന്റിഫൈ മാസ് എന്ന് അതെനിക്കറിയില്ല. ഇപ്പൊ നമ്മൾ സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിനെ അത് കുറച്ചുകൂടെ ബുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളാണല്ലോ ഡെവലപ്പ് ചെയ്യുക. ക്യാരക്ടറിനെയും സീനിനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അതിനെ ആ ഒരു ലിഫ്റ്റിലേക്ക് വരിക. അപ്പോ ആ എഴുത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രീ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 40 to 50% നമ്മൾ അത് പ്രിപ്പയർഡ് ആയിരിക്കും. അതിന്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാപ്പബിലിറ്റി ആണ്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ, അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിന് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികൾ, അതിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പ്രേക്ഷകരാണ്, സിനിമ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോടും. ഇയാൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷനും കൂടെ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. ഒരു സ്റ്റാർ ഇമേജ് എന്ന് പറയുന്നത് ഒരു മാസ് ഫുൾ ഓഫ് ചെയ്യാനുള്ള ഇത് ഒരുപാട് വലുതാണ്. പക്ഷെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മൊമെന്റുകളല്ല. മനസ്സിലാണ് ഭയങ്കര സറ്റിലായിട്ട് കാണിച്ചത്. വിൻഡോ ഷോട്ട് പോലും വളരെ അയാളെല്ലാം ഇന്റലിജൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സറ്റിലായിട്ടാണ് കാണിക്കുന്നത്. ലുക്കിന് വെച്ചിട്ട് ഒരു മാസ് മൊമെന്റ് ചെയ്യുമെന്ന് ചെയ്യുന്നില്ല. അപ്പൊ അതിനെന്താ ഒരു അത് വേറെ ആളല്ലേ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ഇത്തരം ഒരു സിനിമയല്ല. നിങ്ങൾ കണ്ടപോലെ ഉണ്ടാന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സിനിമയ്ക്ക് അത് അത്രയും മതി. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അത്രയും പെർഫോമൻസിനെയും ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ശരിയല്ല. അതുകൊണ്ടാണ് ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയുടെ റൈറ്ററാണ്. ഇപ്പൊ ഇവിടെ തന്നെ, അതെ. അപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്ന എല്ലാവരും ഒരു ഭയങ്കര പിള്ളേർ വൈബാണ്. അപ്പോ ചേട്ടൻ ഈ പടത്തിന്റെ ഒരു റൈറ്റിംഗ് നിർവഹിക്കുമ്പോ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയോ? ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അവരിലോട്ട് ഇറങ്ങിച്ചെല്ലുന്ന ആ ഒരു പ്രോസസ്? അല്ല അങ്ങനെയല്ല, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ടേ, ക്യാരക്ടേഴ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ടേ, അവരുടെ സംഭാഷണങ്ങളിലേക്കൊക്കെ? എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. റഹ്മാന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഗ്രൂമിങ്ങിൽ ഇവരെല്ലാവരും സെറ്റായിരുന്നു. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. പിള്ളേര് ആണെങ്കിൽ അവരൊന്ന് വേണമെങ്കിൽ ഞാനൊരു ചൂടായി ആ തന്തവിവാന്ന് പറയും. ആ കഴിഞ്ഞ കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അവരിലേക്ക് എടുക്കുന്നതിനപ്പുറം റഹ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു പലപ്പോഴും. ഞാൻ ഓരോ ആർട്ടിസ്റ്റിനെ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് കൊടുക്കുന്ന ഒരു വഴിയാനൊന്നും ഇല്ലായിരുന്നു. റഹ്മാന്റെ സ്ക്രിപ്റ്റ് കൊടുക്കുക, റഹ്മാനത് മനസ്സിലായിട്ടുണ്ട്, റഹ്മാനായിരിക്കും എല്ലാവരോടും അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നീട് അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സിലൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്ത് വരിക. അല്ലാതെ ഞാൻ പോയി ഇവരുമായിട്ട് നിന്നിട്ട് സ്ലാങ് കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതിലൂടെ എളുപ്പമായിരുന്നു പരിപാടി. ഭയങ്കര ഡയലോഗ് എഴുത്തിനൊരു ഭാഗം അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ സീനുകളെല്ലാം റഹ്മാൻ തലേദിവസം രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു തരിക. അപ്പൊ അത് പക്ഷെ അതൊരു രസമായിരുന്നു. ഒരു 95 ദിവസം അത്ര ഒരു ചർച്ചയും ഡിസ്കഷനൊക്കെ ഫുൾ ടീമായിട്ടൊക്കെ. ഈ സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും ദിവസവും ഷൂട്ട് കഴിഞ്ഞെത്തുന്നത് ഒരു 3 മണിക്കാണെങ്കിൽ 4 മണിയാകുമ്പോൾ എല്ലാവരും വന്നിരുന്നു 1 മണിക്കൂർ ആ സിനിമ നാളെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനിനെ കുറിച്ച് ഡിസ്കഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നിയിരിക്കുന്നത്.
ഇവിടെ ഇപ്പൊ ബാക്കിയിരിക്കുന്ന യങ്സ്റ്റേഴ്സില്ലേ, ആക്ടേഴ്സ്, അവരോടൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇതിന്റെ നിർമ്മാതാവും കൂടിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഡീലിങ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയോടെയാണോ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇപ്പൊ നസ്ലിൻ തന്നെ ഒരു അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഭവ്യതയ്ക്ക് ഇടയ്ക്ക് കാണിച്ചിരിക്കുന്ന പോലെ ഇരുന്നായിരുന്നു വന്ന സമയത്ത്. ഇപ്പൊ ഇല്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡീലിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗരവക്കാരനാണോ ഖാലിദ് റഹ്മാൻ? ഇല്ല, ഞാൻ ആദ്യമേ ഞാൻ അധികം എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഞാൻ ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി വന്നൊരു സിനിമയാണ് റഹ്മാനിക്കയുടെ സിനിമ. അപ്പൊ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇൻട്യൂഷൻസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന റഹ്മാനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഷൂട്ടിന്റെ ഒരു ആദ്യത്തെ ഒരാഴ്ച തന്നെ അത്ര ബുദ്ധിമുട്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ബോക്സിങ്ങിന്റെ ട്രെയിനിങ് തന്നെ റഹ്മാനിക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മൾ എല്ലാവരും ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഞങ്ങളുടെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഡയറക്ടർ സീറ്റ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ റഹ്മാനിക്ക് എന്തായാലും ഒരു ബ്രദറിനെ പോലെയാണ് അത്രയും പാടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിരിക്കുന്ന 3 പേരില്ലേ നായകന്മാര്, അവർക്കൊന്നും വായി കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തി എന്ന് പറയാമോ? ഈ സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ വഴി തന്നെയാണ്. റൗണ്ട് എനിക്കുണ്ടായിരുന്നു, നന്ദയ്ക്ക് ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയില്ല. പക്ഷെ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വരെ എത്തിയത്. നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു മലയാളം പറയുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് വലിയൊരു ചാലഞ്ച് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഓൾ വെന്റ് സ്മൂത്ത്ലി. സോ ഞാൻ ഓഡീഷൻ വഴിയാണ് വന്നത്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നല്ലൊരു കാസ്റ്റിംഗ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ലക്കാണ്. അതുകൊണ്ട് ബാക്കി കുറേ പഠിക്കാൻ പറ്റി. എനിക്ക് ആദ്യം ഇതെല്ലാം അസോസിയേറ്റ് ആണ് കോൾ ചെയ്തത്. ആരെ സജസ്റ്റ് ചെയ്തെന്ന് അറിയില്ല. പേര് പറഞ്ഞ കാതിൽ കണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു ക്യാരക്ടർ ആയിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ബോക്സറിന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുന്നില്ല, അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്ത് ഒരു സ്പെയിൻ ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ കൺഫേം ചെയ്തു. യെസ്, പിറ്റേന്ന് പാട്ട്. പിന്നെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി. സംവിധായകൻ എടുത്തത്